പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ മനുഷ്യൻ്റെ പാപപരിഹാരാർത്ഥം പാപങ്ങളിൽ നിന്നും മോചനം നേടുവാനായി ഊനമറ്റതും ന്യൂനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ അവസാന തുള്ളി രക്തം വരെ എടുത്ത് ജനങ്ങളുടെ പാപത്തിന് പരിഹാരമായി അവിടെ ശിരസിൽ തളിച്ച് അവരെ ശുദ്ധി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ക്രിസ്തു എന്താ ചെയ്തത്? അവിടുന്ന് പാപപരിഹാരാർത്ഥമായിട്ടുള്ള കുഞ്ഞാടായി, ഊനമറ്റതും ന്യൂനമറ്റതുമായിട്ടുള്ള കുഞ്ഞാടായ ക്രിസ്തു ഗാഗുൽത്തായിൽ ഉയർത്തിയ കുരിശിൽ അവസാനത്തുള്ള രക്തവും ജലവും നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ പാപത്തിനും രക്ഷയ്ക്കുമായി തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് നയിച്ചു. ഇതൊരു പുറപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാപത്തിൽ നിന്നും ജീവനിലേക്കുള്ള ഒരു യാത്ര, പുറപ്പാട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ അശുദ്ധിയുടെ ചെരുപ്പുകൾ അടിച്ചു മാറ്റി വിശുദ്ധിയിലേക്ക് ഈ ദിനങ്ങൾ നീ കടന്നു ചെല്ലണം. തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ഗലാത്യർക്കുള്ള ലേഖനം 5:19 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗ്യചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ പ്രവൃത്തികളുമാണ് നിന്നെ തിന്മയിലേക്ക്, അശുദ്ധിയിലേക്ക് നയിക്കുന്ന പാപം. അതിനാൽ നീ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധിയിലേക്ക് വരുവാൻ തിരുവചനം ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ നിന്നും നീ അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. നമുക്ക് ആ സ്നേഹത്തിൻ്റെ തണലിൽ 10 ഇരട്ടി സ്നേഹത്തോടെ അവിടുത്തെ അരികിലേക്ക് കടന്നു വന്ന് ഈ വിശുദ്ധിയുടെ ദിനങ്ങൾ, വിശുദ്ധമായിട്ടുള്ള ഈ ദിനങ്ങൾ പരിശുദ്ധിയോടുകൂടി നമുക്ക് ആചരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.